സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്ന വർഷം. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ജനുവരി 1, 2015 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2005. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST നടപ്പിലാക്കിയ വർഷം ഏതാണ്? GST നടപ്പിലാക്കിയത് 2017. 2017 ജൂലൈ 1 ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1 GST നടപ്പിലാക്കിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പ്രകാരം ഒരു ഗ്രാമീണ കുടുംബത്തിന് ഒരു സാമ്പത്തിക വർഷം എത്ര ദിവസത്തെ തൊഴിലാണ് ഉറപ്പു നൽകുന്നത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം ഒരു ഗ്രാമീണ കുടുംബത്തിന് ഒരു സാമ്പത്തിക വർഷം എത്ര ദിവസത്തെ തൊഴിലാണ് ഉറപ്പു നൽകേണ്ടത്? 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പു നൽകേണ്ടത്. 100 ദിവസം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. നരേന്ദ്രമോദി സ്റ്റേഡിയം. നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്? നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമു. നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആര് എന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആര് എന്ന് കമന്റ് ചെയ്യുക. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങിയ തീയതി. ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങിയ തീയതി 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്. ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഭരണഘടനയുടെ ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒരിക്കൽ മാത്രമാണ്. ഒരു പ്രാവശ്യം മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 1976 42ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഈ വർഷം അതുപോലെ തന്നെ എത്രാമത്തെ ഭേദഗതിയാണ് എന്നതും പ്രത്യേകം നോട്ട് ചെയ്യുക. 1976 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് ഒരു പ്രാവശ്യം മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആര്? അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ഇന്ത്യയിലെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 32 32ാമത്തെ അനുച്ഛേദമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ് വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ആണ്. 32ാമത്തെ അനുച്ഛേദം എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്. ഗവർണർ.
സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്ന രണ്ട് കടലുകൾ. സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ കടലുകളെയാണ്? മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിലാണ് സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിലാണ് സൂയസ് കനാൽ ബന്ധിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി സഹാറ മരുഭൂമിയാണ്. സഹാറ മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി. ഗ്രീൻവിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ ഏത് രാജ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഗ്രീൻവിച്ച് രേഖ കടന്നു പോകുന്നത് UK-യിലൂടെയാണ്. യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ UK-യിലൂടെയാണ് ഗ്രീൻവിച്ച് രേഖ അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണ്? ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിന്ധു നദിയാണ്. സിന്ധു നദിയാണ് ഇന്ത്യയിലെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. ബംഗാൾ വിഭജനം നടന്ന വർഷം? ബംഗാൾ വിഭജനം നടന്നത് 1905-ലാണ്. 1905-ലാണ് ബംഗാൾ വിഭജനം നടന്നത്. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് ആരെയാണ് കണക്കാക്കിയിരുന്നത്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് കണക്കാക്കിയിരുന്നത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന തുറമുഖം ഏത്? ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന തുറമുഖം ഏതായിരുന്നു? ലോത്തലാണ്. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന തുറമുഖമായിരുന്നത് ലോത്തൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണ്. ഡോക്ടർ പൽപു. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷമായിരുന്നു? തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം ഏത് വർഷമായിരുന്നു? 1936-ലായിരുന്നു. 1936. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. മർദ്ദത്തിന്റെ അടിസ്ഥാന യൂണിറ്റോ? മർദ്ദത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് പാസ്കൽ ആണ്. മർദ്ദത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് പാസ്കൽ. സാധാരണയായി സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് ആണ്. സാധാരണയായിട്ട് സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് എന്ന് ചോദിച്ചാൽ ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ത്വക്കാണ്. ഭൂഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഭൂഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ഭൂഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ്? ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നത് ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്ന വർഷം? ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് 1951-ലാണ്. 1951 ന്യൂഡൽഹിയിലാണ് ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത്. 1951 ന്യൂഡൽഹിയിലാണ് ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത്. ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം? ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിൽഖ സിംഗ് ആണ്. ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മിൽഖ സിംഗ്. ഒരു ഫുട്ബോൾ ടീമിൽ എത്ര കളിക്കാരുണ്ട്? ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11 കളിക്കാരാണ് ഒരു ടീമിൽ ഉള്ളത്. 11. ഏത് ഇന്ത്യൻ കായിക താരത്തിന്റെ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത്? പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത് ഏത് ഇന്ത്യൻ കായിക താരത്തിന്റെ ആത്മകഥയാണ്? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നത്. പ്ലേയിങ് ഇറ്റ് മൈ വേ, സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നയാണ്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്ന. മലയാളത്തിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മലയാളത്തിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പ്. ഓസ്കർ അവാർഡ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസ്കർ അവാർഡ്
ചലച്ചിത്രമാണ്, ചലച്ചിത്രം. ഓസ്കർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? സിനിമാ മേഖലയിലാണ് ഓസ്കർ അവാർഡ് നൽകുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നത് നോർവേയിലാണ്. നോർവേയിലെ ഓസ്ലോയിൽ നിന്നുമാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നത്. നോർവേയിലെ ഓസ്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. മലപ്പുറം ജില്ലയിലെ ഏറനാട്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോട്ടയമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. ഏത് വർഷമാണ്? 1989. അടുത്ത ചോദ്യം, കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം. കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1994. 1994 കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്. 1994. സാമൂഹ്യനീതിയും സമത്വത്തോടു കൂടിയ വളർച്ചയും എന്ന ലക്ഷ്യം പ്രധാനമായും ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? സാമൂഹ്യനീതിയും സമത്വത്തോടു കൂടിയ വളർച്ചയും. സാമൂഹ്യനീതിയും സമത്വത്തോടു കൂടിയ വളർച്ചയും എന്ന ലക്ഷ്യം പ്രധാനമായും ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 9ാമത്തെ പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1997 മുതൽ 2002 വരെയായിരുന്നു. സാമൂഹ്യനീതിയും സമത്വത്തോടു കൂടിയ വളർച്ചയും എന്ന ലക്ഷ്യം പ്രധാനമായിട്ട് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1997 മുതൽ 2002 വരെ ആയിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഭരണഘടനയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഭരണഘടനയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. ഭാഗം 3 മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയുടെ മഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. രാജ്യസഭയിൽ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? രാജ്യസഭയിൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം രാജ്യസഭ എത്രയാണ്? 30 വയസ്സാണ്. 30 വയസ്സാണ് രാജ്യസഭയിൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? അയർലൻഡിൽ നിന്നുമാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? അയർലൻഡാണ്. ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്? ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? 3 തവണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975 എന്നീ 3 വർഷങ്ങളിലായിട്ട് 3 തവണയാണ് ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1970-കളിൽ ജയപ്രകാശ് നാരായൺ നയിച്ച പ്രമുഖ പ്രസ്ഥാനം ഏത്? 1970-കളിൽ ആരാണ്? ജയപ്രകാശ് നാരായൺ നയിച്ച പ്രമുഖ പ്രസ്ഥാനം ഏത്? സമ്പൂർണ്ണ വിപ്ലവം, ടോട്ടൽ റിവോല്യൂഷൻ ആണ് 1970-കളിൽ ജയപ്രകാശ് നാരായൺ നയിച്ച പ്രമുഖ പ്രസ്ഥാനം. അപ്പൊ സമ്പൂർണ്ണ വിപ്ലവം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജയപ്രകാശ് നാരായൺ. സമ്പൂർണ്ണ വിപ്ലവം ജയപ്രകാശ് നാരായൺ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി നദി.
കാരക്കോറം ഹൈവേ ചൈനയെ ഏത് രാജ്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നു? കാരക്കോറം ഹൈവേ ചൈനയെ ഏത് രാജ്യവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? പാകിസ്ഥാനുമായിട്ടാണ്. ചൈനയെയും പാകിസ്ഥാനുമായിട്ട് ബന്ധിപ്പിക്കുന്നു കാരക്കോറം ഹൈവേ ചൈനയെ ഏത് രാജ്യവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? പാകിസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്താണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. താഴെ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണമേഖലാ രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകാത്തത് ഏതിലൂടെയാണ്? താഴെ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണമേഖലാ രേഖ കടന്നു പോകാത്തത് ഏതിലൂടെ? ഇവിടെ തന്നിരിക്കുന്നു ഗുജറാത്ത്, രാജസ്ഥാൻ, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഏതിലൂടെയാണ് കടന്നു പോകാത്തത്? ഒഡീഷയിലൂടെയാണ്. ഒഡീഷ. ലിഗ്നൈറ്റ് എന്നത് ഏത് വസ്തുവിൻ്റെ ഒരു രൂപമാണ്? ലിഗ്നൈറ്റ് കൽക്കരിയുടെ രൂപമാണ് ലിഗ്നൈറ്റ്. കായിക രംഗത്തെ പരിശീലകരുടെ മികവിനായി ഇന്ത്യയിൽ നൽകുന്ന പുരസ്കാരം ഏത്? കായിക രംഗത്തെ പരിശീലകരുടെ മികവിനായിട്ട് ഇന്ത്യയിൽ നൽകുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ അവാർഡ്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര്? നിലവിലെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ജാതി നിർണയം എന്ന പ്രശസ്ത കൃതി രചിച്ചത് ആര്? ജാതി നിർണയം എന്നത് ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ജാതി നിർണയം. കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ബാലഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ബടാനന്ദൻ. ചട്ടമ്പി സ്വാമികൾ സമാധി അടഞ്ഞ സ്ഥലം ഏത്? ചട്ടമ്പി സ്വാമികൾ സമാധി അടഞ്ഞ സ്ഥലം പന്മനയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? വൈക്കം സത്യാഗ്രഹം 1924. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS എന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ. ഏത് വിറ്റാമിന്റെ കുറവാണ് ബെറിബെറി രോഗത്തിന് കാരണമാകുന്നത്? ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ B1 ആണ്. മനുഷ്യന്റെ കണ്ണിലെ വർണ്ണക്കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഭാഗം കോൺ കോശങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന രോഗകാരി ഏതു തരം അണുജീവിയാണ്? ഡെങ്കിപ്പനി പകർത്തുന്നത് വൈറസ്. സസ്യങ്ങളിലെ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹം ഏത്? മഗ്നീഷ്യം. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ് എന്നാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം?
ബാരോമീറ്റർ. വെള്ള വെളിച്ചം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. വെള്ള വെളിച്ചം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ഓക്സിജൻ. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ, കോൺവെക്സ് മിററാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. കോൺവെക്സ് മിറർ. ഖരവസ്തുക്കൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്നത്. ഖരവസ്തുക്കൾ നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം. വൈദ്യുതിയുടെ SI യൂണിറ്റ്. വൈദ്യുതി SI യൂണിറ്റ് ആംബിയർ ആണ്. ആംബിയർ. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ISRO എന്നതിൻ്റെ പൂർണ്ണരൂപം. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഓസോൺ പാളി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? ഓസോൺ പാളി. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന വാതകം. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ സായാഹ്ന നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ സായാഹ്ന നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ശുക്രൻ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965. 1965. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഏത് രാജ്യത്തിൻ്റെതാണ്? ശ്രീലങ്കയുടേതാണ്. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഏത് രാജ്യത്തിൻ്റെതാണ്? ശ്രീലങ്ക. എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ബോംബെയാണ്. ബോംബെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. പ്രമുഖ നേതാക്കളുടെ അഭാവത്തിൽ ഓഗസ്റ്റ് 9 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് കോൺഗ്രസ് പതാക ഉയർത്തി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച വനിത ആരാണ്? അരുണ അസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലിയാണ്. അപ്പൊ പ്രമുഖ നേതാക്കളുടെ അഭാവത്തിൽ ഓഗസ്റ്റ് 9 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് കോൺഗ്രസ് പതാക ഉയർത്തി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച വനിത ആര് എന്ന് ചോദിച്ചാൽ അരുണ അസഫ് അലി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. പെരിയാർ. ആൽഫ്രഡ് വേഗ്നറുടെ സിദ്ധാന്ത പ്രകാരം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡം ഏതാണ്? പാൻജിയയാണ്. പാൻജിയ. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കച്ചമണി കഥകളിയിലാണ്. കഥകളി. ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആമസോൺ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത് 9 രാജ്യങ്ങളിലായിട്ടാണ്. ഭക്ഷ്യ സുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം? ഭക്ഷ്യ സുരക്ഷാ നിയമം 2013. 2013. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആര്? കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്. ഹോസ്ദുർഗ്. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി? കേരളത്തിലെ നൈൽ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. കക്കാടൻ നന്ദനത്ത് രാജ്. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം? ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയത് രാജസ്ഥാനിലാണ്. 1959. 1959 രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം.
താങ്ക് യു.